അപ്പോൾ അത് സാറ് വാശിയായിട്ട് എടുക്കുക. എന്നിട്ട് അവർ പറയുന്നതിനേക്കാളും നല്ല ഇംഗ്ലീഷ് സാറ് പറയണം. അതിന് ഞാനും സാറിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇംഗ്ലീഷിലൊരു സംസാരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം എന്നുള്ളത് വാശിയായി മാറിയത് കൊണ്ടാണ് സാറ് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം സാർ ഞാൻ പറയട്ടെ, ഈ ഇംഗ്ലീഷിൽ പറയുമല്ലോ സ്വീറ്റ് റിവെഞ്ച്, അല്ലെങ്കിൽ മലയാളത്തിൽ മധുരപ്രതികാരം എന്ന് പറയുമല്ലോ. അപ്പോൾ എനിക്കുണ്ട് നല്ല നല്ല സുഹൃത്തുക്കൾ സാറേ. ഇവിടെ ഒരു ഇംഗ്ലീഷ് പേപ്പറിൻ്റെ ചീഫ് മാനേജറായിട്ട് ഇരുന്ന ഒരാൾ, അതുപോലെ ഒരു സ്ഥാപനത്തിൽ ഇംഗ്ലീഷിൽ ലെക്ചർ ക്ലാസ് എടുക്കുന്ന ഒരു സുഹൃത്ത്. ഇങ്ങനത്തെ ആൾക്കാരോടെല്ലാം ഞാൻ എൻ്റെ കൂടെ ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കാമോ, എൻ്റെ ഇംഗ്ലീഷ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനാണെന്ന് പറയുമ്പോൾ അവർ തയ്യാറല്ല. അപ്പോൾ എനിക്കൊരു വാശി കയറി, എന്നാൽ ഇവന്മാർ പറയുന്നതിനേക്കാളും നല്ലപോലെ ഇംഗ്ലീഷ് പറയണമെന്ന് എനിക്കൊരു വാശി വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ കൂടെ ഞാൻ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. ഒരു പടി അവരെക്കാളും നന്നായിട്ടാണ് ഞാനിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്വീറ്റ് റിവെഞ്ച് ആയിട്ട് എടുക്കാം സാറേ. റിവെഞ്ച് എന്ന് പറഞ്ഞാൽ പ്രതികാരം ഒരിക്കലും നല്ലതല്ല എന്നാണ് പറയുന്നത്, പക്ഷേ സ്വീറ്റ് റിവെഞ്ച് നല്ലതല്ലേ സാറേ? അപ്പോൾ സാറ് സ്വീറ്റ് റിവെഞ്ച് ആയിട്ട് എടുത്തോ. സാറിൻ്റെ കൂടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വരാത്ത ആ ആൾ ആരായാലും അയാളെക്കാളും നന്നായിട്ട് സാർ ഇംഗ്ലീഷ് സംസാരിക്കണം. അതിനുവേണ്ടി നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും സാറിനെ സഹായിക്കും. ഓക്കെ, സാറിൻ്റെ വീട്ടിൽ മാത്രമല്ല സാറേ, ഇത് എല്ലായിടത്തുള്ള കാര്യമാണ്. നമ്മുടെ മക്കളെ പഠിപ്പിക്കാനും എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് പൈസ മുടക്കി സ്കൂളിൽ കൊണ്ടാക്കി. സാറേ ഞാനൊരു ചീത്ത വാക്ക് പറയട്ടെ, ഇവർ കൊച്ചു കുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ അവരെ അപ്പിയിട്ട് കഴിഞ്ഞാൽ അവരുടെ കുണ്ടി പോലും നമ്മൾ കഴുകി കൊടുത്തിട്ടുണ്ട്. അടിപൊളി. എന്നിട്ടേ സാറേ ഈ പറഞ്ഞ കുട്ടികൾ വലുതായി ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇത്തിരി ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞ ഈ കുട്ടികൾ വരില്ല പറയാനായിട്ട്, മനസ്സിലായോ? പക്ഷെ എന്ന് കരുതി എല്ലാ കുട്ടികളെയും ആ രീതിയിൽ കുറ്റപ്പെടുത്താൻ പാടില്ല. നല്ല മക്കളുണ്ട്, അമ്മമാരെയും അച്ഛന്മാരെയും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറേ കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുട്ടി നല്ല നിലയിലെത്തി ഗൾഫിൽ പോയി നല്ല പൈസയും ശമ്പളമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അമ്മേനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് 1 പവൻ്റെ മോതിരം ഇട്ട് തരാമെന്ന് പറഞ്ഞൊരു കുട്ടീനെ എനിക്കറിയാം. ആ കുട്ടി കുറേ കഴിഞ്ഞപ്പോൾ ആ അമ്മയോട് പറഞ്ഞു 6 മാസത്തിനുള്ളിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് 1 പവൻ്റെ മോതിരമല്ല 2 പവൻ്റെ മാല ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പവൻ മാല ഇട്ട് തരുന്ന മക്കളും ഉണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഈ നമ്മളെ സഹായിക്കാത്തവരാണെന്ന് പറയരുത്. ഓക്കെ, സാർ അതൊക്കെ വിട്ടുകളഞ്ഞോ. നമ്മളെ സഹായിക്കാത്ത നമ്മുടെ കൂട്ടുകാർ, നല്ല ഇംഗ്ലീഷ് അറിയാവുന്ന കൂട്ടുകാരെ, അവരോടൊരു മധുര പ്രതികാരം വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചാൽ മതി. നമ്മുടെ ഗ്രൂപ്പിൽ സാറിനെ ഹെൽപ്പ് ചെയ്യാൻ ധാരാളം കൂട്ടുകാരെ കിട്ടും. ആ കൂട്ടുകാർ മതി, പഴയ കൂട്ടുകാർ വേണ്ട. നമ്മുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരുടെ കൂടെ സാറങ്ങ് കൂടിക്കോ. നമ്മുടെ ലോട്ടറി ഭാസ്കരൻ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ വേറെ അതിനേക്കാളും നല്ല രീതിയിൽ ഇംഗ്ലീഷ് സാറിന് സംസാരിക്കാൻ പറ്റും. അതിന് വേണ്ട എല്ലാ ഐഡിയാസും ഞാൻ സാറിന് പറഞ്ഞുതരാം. അത്രയും പോരെ? ഓക്കെ, സാർ ധൈര്യമായിട്ട് വന്നോ ഗ്രൂപ്പിലേക്ക്. എല്ലാ പണിയും ഞാൻ പഠിച്ചത് വാശിയുടെ പുറത്താണ്. തൂമ്പാപ്പണി പഠിച്ചു, തെങ്ങേറ്റം പഠിച്ചു, വേലി കെട്ടാൻ പഠിച്ചു. കുളം വെട്ടാൻ മാത്രമേ ഇപ്പൊ ആളെ വിളിക്കുള്ളൂ, അത് ഒറ്റയ്ക്ക് നടക്കില്ല. അല്ല സാറേ, സാർ തൂമ്പാപ്പണിയും തെങ്ങ് കയറാനും കുളം വെട്ടാനും ഒക്കെ അല്ലേ പഠിച്ചത്. അത് പഠിക്കുന്നതിനേക്കാളും ഭയങ്കര രസകരമായിരിക്കും സാർ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ. എന്നിട്ട് സാറ് സാർ ഇപ്പോൾ UK പോയി കഴിഞ്ഞിട്ട് സാറിൻ്റെ മക്കളുണ്ടല്ലോ ചെന്നൈയിലും അവിടെ ഇവിടെ. അപ്പോൾ സാർ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ സാറിന് ഈ തെങ്ങ് കയറ്റം പഠിച്ചതിനേക്കാളും വലിയ സന്തോഷം കിട്ടും. സാറിന് കിട്ടൂലേ? അപ്പോൾ സാറത് വാശിയായിട്ട് എടുക്കണം, മടി വിചാരിക്കരുത്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിന് സമയം കുറച്ച് അധികം വേണം. സാറ് തെങ്ങ് കയറ്റം പഠിക്കാനായിട്ട് ആലപ്പുഴയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി 2 ആഴ്ച താമസിച്ച് പഠിച്ചു. പക്ഷെ ഇത് 2 ആഴ്ച പോരാ, നമ്മൾ വന്ന് താമസിക്കുന്നില്ല. മനസ്സിലായോ? സാർ ഇവിടെ വന്ന് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോ 2 ആഴ്ച കൊണ്ട് ഞാൻ റെഡിയാക്കി തരാം. പക്ഷെ വരാത്തത് കൊണ്ട്, ഫോണിലൂടെ ആയതുകൊണ്ട് 2 ആഴ്ച കൊണ്ട് പറ്റില്ല, കുറച്ചധികം സമയം എടുക്കും. കൂടുതൽ സമയം സാറ് സംസാരിക്കും തോറും കൂടുതൽ വേഗത്തിൽ സാറിന് ഫ്ലുവൻസി ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോ മഴയായതുകൊണ്ട് നമ്മുടെ പറമ്പിൽ പണി കുറയും, സമയം കൂടുതൽ കിട്ടും. അത് നല്ലൊരു ഐഡിയ. അപ്പോൾ മഴക്കാലത്ത് പണി കുറയുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം സാർ എടുത്തോളൂ. 8 മണിക്കൂറൊക്കെ എടുക്കാൻ പറ്റും ഇംഗ്ലീഷ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സാർ എന്നെ വിളിച്ചപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി സാറിനൊരു ബേസിക് നോളജ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് സാറിന് ഇനി കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് വേഗം വരുത്താൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ ഏതായാലും സാറ് ഗ്രൂപ്പിൽ ചേർന്നോളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ എന്തെല്ലാം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഗ്രൂപ്പിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ സാറേ, എന്നാൽ ഞാൻ ആഡ് ചെയ്തോളാം. ഞാനിപ്പോൾ ഒരു ഫംഗ്ഷന് പോകാൻ നിൽക്കുകയാണ്. എൻ്റെ ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ്റെ കൂടെ പോകാൻ നിൽക്കുകയാണ് ഞാൻ. പിന്നെ കാണാം. സാറ് വിളിച്ചോ പിന്നീട് എപ്പോഴെങ്കിലും?